കണ്ടപ്പോഴത്തേക്കും എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞ്. MRI എടുത്ത് റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഷോക്കായി. ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഫുള്ള് ബ്ലഡ്. സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എൻ്റെ വാ മൊത്തം ഡ്രൈ ആയിട്ടിരിക്കും. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു ജേർണൽ വീഡിയോ ഇട്ടതാണ്. പിന്നെ ഈ വഴിക്ക് എന്നെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറേ നാളുകളായിട്ട്, കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ആയിരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കുറേ പേര് DM ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ പറ്റി കാണാനില്ലല്ലോ. ലാസ്റ്റ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ക്യാനിലൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വാട്ട് ഹാപ്പൻ, എന്നാ പറ്റി, ഹോസ്പിറ്റലാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് DM ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ആർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനിപ്പോൾ നോക്കിയായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും അതിനുള്ള മറുപടി ആയിട്ടൊരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ബൈ ദ വേ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കായി, നല്ല ബിസി ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വർക്ക് റിലേറ്റഡ് മാത്രമല്ല, ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിംഗ് ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും അതിൻ്റെ ഒരു ഹെക്റ്റിക് പോർഷൻ എന്താണെന്നുള്ളത്. അതിൻ്റെ കൂടെ വർക്ക് കൂടെ ആയപ്പോഴത്തേക്കും എനിക്കൊന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാം ഷിഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് റൂം ടൂറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതാണ്. ബട്ട് സ്റ്റിൽ സ്റ്റേ മാറി ഒരു 1 വീക്ക് ആയപ്പോഴത്തേക്കും, ഒരു ഫെബ്രുവരി 20th ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അടുത്ത പണി കിട്ടി. ഞാനൊരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ, ഒരു കുട്ടിയെ നോക്കുന്ന ഇടയിൽ ഞാൻ പെട്ടെന്ന് ഫ്ലോറിൽ ഇരുന്നതാണ്. അപ്പോൾ കാല് ട്വിസ്റ്റായിപ്പോയി, നീഡ് അവിടെ ട്വിസ്റ്റായി പോയിട്ട് ഒരു ചെറിയ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ സൗണ്ട് കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പെയിനായി. എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. നല്ല പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ ഓക്കെ വിളിക്കിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. ഒരു 3 days വരെ ഞാൻ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ അത് വെച്ച് സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യും. ലിഫ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്റ്റെപ്സ് തന്നെയാണ്. ആ ഒരു ടൈമിൽ പെയിൻ അല്ലാതെ ബാക്കിയെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പെയിനായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്വെല്ലിങ് വെക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ HOD മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട, നീ ജസ്റ്റ് ഒന്ന് പോയിട്ട് MRI എടുക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടുന്ന് ഹാഫ് ഡേ ലീവൊക്കെ തന്നു. ഞാൻ MRI എടുത്തപ്പോഴാണ് റിയലി ഷോക്ക്ഡ്. എനിക്ക് ലിഗമെൻറ്റ് ഇഞ്ചുറി ആയി, ACL ലിഗമെൻറ്റ് ഇഞ്ചുറി. അതേപോലെ തന്നെ അത് മാത്രമല്ല, മീഡിയൽ മെനിസ്കസ് ടിയറും ആയിട്ടുണ്ടായിരുന്നു, ബക്കറ്റ് ഹാൻഡിൽ ടിയർ. അപ്പോൾ രണ്ടും കൂടെ ആയി. ഈ ACL ലിഗമെൻറ്റ് ടിയർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ടിയർ ആയാൽ മാത്രമേ സർജറിയുടെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ മെനിസ്കസ് ടിയറും കൂടെ വന്നപ്പോഴത്തേക്കും ഐ വാസ് ജസ്റ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ തീർത്തും പറഞ്ഞു കംപ്ലീറ്റ് ടിയർ ആണ്, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട്, എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായിപ്പോയി. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർജറി നടക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് കുറേ നാൾ ഞാൻ ഭയങ്കര എൻജോയ് ഒക്കെ ചെയ്ത് നടന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ്, കാല് ട്വിസ്റ്റായി പോയത്. അതൊരു സർജറിയിലേക്ക് വരെ ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. MRI ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ 1 വീക്ക് കൂടെ വെയിറ്റ് ചെയ്തു. ഇൻഷുറൻസിൻ്റെ കാര്യത്തിനൊക്കെ നോക്കാനുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ എനിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. സോ അപ്പോൾ അത് ഒരു 1 lakh അറൗണ്ട് ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. നാട്ടിൽ പോവുകയാണെങ്കിൽ എവിടെയൊക്കെ റെഡി ആകും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളോടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി സർജറി ചെയ്യാം എന്ന് വിചാരിച്ചതിന് കാരണം മറ്റൊന്നുമല്ല, അമ്മയും പപ്പയും ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാലും ഐ നോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ എപ്പോഴും അവർക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ. ബിക്കോസ് അവർക്ക് അവരുടേതായ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. സോ ഞാൻ വിചാരിച്ചു അങ്ങനെ നാട്ടിലോട്ട് വരാം. അങ്ങനെ ഞാൻ ഒരു ഫെബ്രുവരി എൻഡൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ബസ് ബുക്ക് ചെയ്തു. ഞാൻ കോട്ടയത്ത് വന്നു. നാട്ടിൽ വന്ന ദിവസം തന്നെ ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയിലെ ഡോക്ടർ മാത്യു പുതിയണം ഡോക്ടറെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ചയാണ് ഞാൻ നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെയാണ് ഡോക്ടറെ കണ്ടത്. ഞായറാഴ്ച അവധി ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നമുക്ക് സർജറി ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യുന്നു അത്രയും നല്ലത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അന്ന് ആ ഒരു സമയം തൊട്ട് ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. എസ്പെഷ്യലി സ്പൈൻ അനസ്തേഷ്യ, അതൊക്കെ
ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ഒരു ഈവനിങ് ടൈമിലാണ് എൻ്റെ സർജറി എന്ന് പറഞ്ഞത്. ഐ തിങ്ക് അറൗണ്ട് 5 o'clock. അപ്പോൾ അതിന് മുമ്പ് ഒരു 7 മണിക്ക് മുമ്പ് മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പാടില്ല, വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഫുൾ റെഡിയായി. പക്ഷേ ഉള്ളിനുള്ളിൽ പ്രാർത്ഥനയായിരുന്നു. ഉള്ളിൽ ഫുള്ള് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ സർജറിക്ക് വന്നത് പപ്പയും അമ്മയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ. ബട്ട് സ്റ്റിൽ എൻ്റെ കുറേ റിലേറ്റീവ്സൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് കുറച്ച് പേർ, അതായത് 2-3 പേർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ഒരു സർജറി നടക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പേരൊക്കെ എന്നെ വിളിച്ചിട്ട് മോട്ടിവേറ്റൊക്കെ ചെയ്തു. കുഴപ്പമൊന്നും ഇല്ലടി, അത് ചെറിയ മൈനർ സർജറിയാണ്, ഒരു 1 hour നീളുന്ന ഒരു സർജറി മാത്രം, അത്രേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്നായാലും അങ്ങനെ സർജറിക്ക് കയറി. സ്മെൽ അനസ്തേഷ്യ തന്നു. ഞാൻ വിചാരിച്ചപ്പോൾ അത്ര പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർജറിയെല്ലാം കഴിഞ്ഞു, ICUലോട്ട് കയറ്റി. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ തുടങ്ങി. സിസ്റ്റേഴ്സൊക്കെ വന്ന് അതൊക്കെ റെഡിയാക്കി തന്നു. ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ICUയിൽ എനിക്ക് എൻ്റെ കൂടെ സർജറി കഴിഞ്ഞ ഒരു 3 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരും എൻ്റെ കൂടെ ICUയിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു രാവിലെ അങ്ങനെ ഞാൻ എങ്ങനെയോ ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഇടയ്ക്ക് എഴുന്നേക്കും ഇടയ്ക്ക് ഇറങ്ങും. രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷേ എങ്ങനെയും കഴിക്കണം. ഇത്രയും നേരം ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ എനിക്ക് ഇഡ്ഡലിയും ചട്നിയായിരുന്നു ഫുഡ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എൻ്റെ വാ മൊത്തം ഡ്രൈ ആയിട്ടിരിക്കും. ഞാൻ ഒന്നും കഴിച്ചു, ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ ആ ഒരു സമയത്ത്. അപ്പം എനിക്ക് വെള്ളമൊക്കെ കൊണ്ട് തന്നു, കോഫി കൊണ്ട് തന്നു. എങ്ങനെയൊക്കെയോ ഞാൻ ഒരു വിധത്തിൽ കഴിച്ചു തീർത്തു. എൻ്റെ അപ്പുറത്തുനിന്ന് ചേച്ചി ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആ ചേച്ചിക്ക്. അപ്പം എങ്ങനെയും എനിക്ക് കഴിക്കണം, എനിക്ക് ടാബ്ലറ്റ്സ് കഴിക്കണം, എനിക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതി. ആ ഒരു അവസ്ഥയെ ICUയിൽ കിടക്കുന്നവർക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവും. എസ്പെഷ്യലി ഫസ്റ്റ് ടൈം കിടക്കുന്ന സമയത്ത് നമുക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു മൊമെൻ്റ് ആയിരിക്കും. 6 മണിക്കായപ്പോഴത്തേക്കും വിൻഡോയിൽ കൂടെ എൻ്റെ പേരൻസിനെ കാണിച്ചു. പപ്പയും അമ്മയും കണ്ടപ്പം ഞാൻ പൊട്ടി. അവരെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇരുന്ന് കരഞ്ഞപ്പോൾ സിസ്റ്റർ എന്ത് കരയുന്നത്, എന്നതിനാ കരയുന്നത്, എല്ലാം കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ ചോദിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കണ്ണീരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു, കാര്യങ്ങളൊക്കെ അന്വേഷണം പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇറങ്ങി നടക്ക്. അപ്പം ഞാൻ എനിക്ക് ഇറങ്ങി നടക്കാമോ? ആണ്, സത്യമായിട്ടും ഇറങ്ങി നടക്കാം. അപ്പം നീ ഓക്കെ ആണോ നോക്കണ്ടേ. അങ്ങനെ ഡോക്ടർ വന്നു, ചെക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് കാക്കൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന്, ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഫിസിയോതെറാപ്പിനെ സ്വന്തമായിട്ട് ചെയ്യാലോ, ഫിസിയോതെറാപ്പിസ്റ്റ് ഇതേ കാല് ഒടിഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെ ചുമ്മാ തമാശയ്ക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. റൈറ്റ് ലെഗ് ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇത്രയും നേരം കഴിക്കാണ്ടിരുന്നിട്ടാണോ കഴിച്ചു, പക്ഷേ സ്റ്റിൽ എനിക്കൊരു തലകറക്കം പോലെ ഉണ്ടായിരുന്നു, നല്ല പോലെ. അപ്പോൾ എന്നോട് പെട്ടെന്ന് ചെയറിലിരിക്കാൻ പറഞ്ഞു. ചെയറിലിരുന്നു. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ എനിക്കൊരു ബൗൾ തന്നു. ഞാനതിൽ വൊമിറ്റ് ചെയ്യാൻ നോക്കി. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്തൊക്കെയോ, എനിക്ക് തല കറങ്ങുവാണോ, എൻ്റെ ബോഡി സ്റ്റേബിൾ ആവുന്നില്ല. എനിക്ക് ഒരുമാതിരി അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ തല കറങ്ങി വീഴും എന്നുള്ള അവസ്ഥയായപ്പോഴത്തേക്കും ഫിസിയോതെറാപ്പിസ്റ്റ് പെട്ടെന്ന് വന്നിട്ട് അയ്യോ എന്താ പറ്റിയെന്ന് ചോദിച്ച് ഓടി വന്നപ്പം പിന്നെ എനിക്ക് ഓർമ്മയില്ല, വീക്കാണോ എന്തോ പറയുന്നത് കേട്ടു. പിന്നെ എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് ബെഡിൽ തന്നെ കടത്തുമായിരുന്നു. ICUയിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞിട്ടും എന്നെ ഏറ്റവും ലാസ്റ്റാണ് കൊണ്ടുപോയത്. അങ്ങനെ ഒരു 2-3 ദിവസം കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു. ഇടയ്ക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് വരും, ഫിസിയോതെറാപ്പി ചെയ്യും. ലോങ് നീ ബ്രേസ് ഉണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. കിടക്കുമ്പോൾ പോലും തിരിയാനും ഒന്നും പറ്റത്തില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കണം. എനിക്ക് എല്ലാത്തിനും അമ്മയുടെ സഹായം വേണം. ഒരു VIP ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം. പക്ഷെ അമ്മയാണ് എൻ്റെ കൂടെ. അമ്മ വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വാരി തരിക, കൈയൊക്കെ അവിടെ വെച്ച് കഴുകും. 1 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോകാറായപ്പോഴും ഡിസ്ചാർജ് ആയി. ഞങ്ങളുടെ ഒരു സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്ററും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, അവൾ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്തത്. അവൾ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. എൻ്റെ എപ്പോഴെപ്പോഴും റൂമിലൊക്കെ വരും, കാര്യങ്ങൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം അവളുടെ വർക്കിനിടയിൽ എൻ്റെ കാര്യത്തിന് വേണ്ടി കുറേ ഓടി നടന്നു. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ, ഞങ്ങളുടെ ഒരു കസിൻ തന്നെയാണ്, ജിൽബി സിസ്റ്റർ. സിസ്റ്റർ നേഴ്സാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഇൻഷുറൻസ് ഫുൾ ക്ലെയിമായി.
ബാക്കി ബാക്കി എമൗണ്ട് എൻ്റെ സിബ്ലിങ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ശേഷം ഡിസ്ചാർജായി ഇറങ്ങി വണ്ടിയിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും കൂടെ പിടിച്ചൊക്കെയാണ് എന്നെ കയറ്റിയത്. കാരണം അപ്പോഴും കാല് സ്ട്രെയിറ്റ് ആയിരിക്കണമല്ലോ. ബാക്കിലെ ഫുൾ സീറ്റ് ഞാൻ കാലിൽ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എങ്ങനെയൊക്കെയോ നമ്മൾ വീട്ടിൽ വന്നപ്പോഴും എൻ്റെ ആൻറ്റി അങ്കിളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ വോക്കറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നെ എങ്ങനെയോ പിടിച്ച് കയറ്റി, സ്റ്റെപ്പ് കയറാൻ പറ്റില്ലല്ലോ, അപ്പം എങ്ങനെയൊക്കെയോ അവരെന്നെ പിടിച്ച് കയറ്റി ബെഡിൽ കൊണ്ട് കിടത്തി. അതിനുശേഷം ഒരു മാസം കുറേ പേരെന്നെ കാണാൻ വരുമായിരുന്നു. അതിനിടയിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജസൊക്കെ കാണാറുണ്ടെങ്കിലും റിപ്ലൈ തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, വർക്കിന് പോകുന്നില്ല, അത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ ഇവിടെ തന്നെ ഇരിക്കുക, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബെഡ് റെസ്റ്റ് വന്നിരിക്കുന്ന ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 ദിവസത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണമായിരുന്നു. ഫിസിയോതെറാപ്പി അറിയെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത് പപ്പ, അമ്മയാണ്. ഇങ്ങനൊന്നും വിരൽ ഞൊടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു സെക്കൻഡ് കൂടുമ്പോൾ അമ്മ വന്നിട്ട് എന്തെങ്കിലും വേണോ എല്ലാ കാര്യത്തിലും കൂടെ എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ ഒരു നിമിഷം പോലും എൻ്റെ അടുത്ത് നിന്ന് മാറുന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യത്തിനും എന്താ ഫുഡ് തൊട്ട് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വരെ എൻ്റെ എല്ലാ കാര്യത്തിനും അമ്മേൻ്റെ കൂടെ ഉണ്ടാവുന്നു. നമ്മുടെ പേരൻസ് ആയിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, അതെനിക്ക് അറിയാം. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകും അതേ ഹോസ്പിറ്റലിൽ തന്നെ. ബിക്കോസ് എനിക്ക് CPM, അതായത് കണ്ടിന്യൂസ് പാസീവ് മോഷൻ മെഷീൻസൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യണമായിരുന്നു. അതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഫിസിയോതെറാപ്പിക്ക് പോകും. ആഴ്ചയിൽ 2 തവണയൊക്കെ ഫിസിയോതെറാപ്പിക്ക് പോകണം. ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ വിചാരിച്ച് നിന്നപ്പോഴാണ് അടുത്ത ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. പോയി കണ്ടപ്പോൾ പറഞ്ഞു റെഡി ആയിട്ടില്ല, ഒരു 1 മന്തും കൂടെ നീ റെസ്റ്റ് എടുക്കണം. ദ പ്രോബ്ലം ഈസ്, ഒരു മാസമായിട്ട് ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുവാണ്, പെയ്ഡ് ലീവ് അല്ല. സോ ലോങ് ലീവ് അവരെനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. അവർ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് എല്ലായിടത്തും ഇതുപോലെ ലോങ് ലീവ് ഇത്രയും നാളും തരും. അപ്പോൾ അവരെനിക്ക് ലോങ് ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോൺ ഓക്കെ അല്ലേ, അവിടുത്തെ എല്ലാ ഈച്ച് തെറാപ്പിസ്റ്റ് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കും ഡോൺ ഓക്കെ അല്ലേ, റെഡി ആയോ, എന്നായി, അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ലോങ് ലീവ് ആയാലും ഇനി 1 മാസം കൂടെ വീട്ടിൽ ഇരിക്കുന്നതല്ല എൻ്റെ പ്രശ്നം, പെയ്ഡ് ലീവ് അല്ല. എൻ്റെ മൈൻഡൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഞാൻ ബുക്സ് വായിക്കും, ഡ്രോയിങ് ചെയ്യും. വെറുതെ എനിക്ക് ബെഡിലിരുന്ന് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ടൊന്നും ഓക്കെ ആവുന്നില്ല. എനിക്ക് എന്താണെന്നറിയത്തില്ല. ഇപ്പം മെൻ്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, ഒന്നിനും സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥ. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ ഒരു ഫ്രണ്ട്, അവരൊക്കെ എനിക്ക് ഒരുപാട് ഫൈനാൻഷ്യലി എന്നെ ഹെൽപ്പ് ചെയ്തവർ, എല്ലാ പോയിന്റിൽ നിന്നും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മെസ്സേജ് ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും കൂടുമ്പോൾ വിളിക്കുന്നവരുണ്ട്. എല്ലാം വിളിച്ചിട്ട് എല്ലാവരും ചോദിക്കും ഓക്കെ അല്ലേ, നീ റെഡി ആയോ, നടക്കാനൊക്കെ തുടങ്ങിയോ, അങ്ങനെയൊക്കെ. അപ്പം ബെൽറ്റ് മാറ്റി ഓപ്പൺ പറ്റുള്ള ബ്രേസ് ആക്കിയിട്ടുണ്ടായിരുന്നു, ചെറിയ ബെൽറ്റാണ്. അതിട്ടിട്ട് ഞാൻ പതുക്കെ മൂവ്മെൻറ്റൊക്കെ നടക്കാൻ തുടങ്ങി. കാല് മടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാല് മടക്കാനായിരുന്നു. ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഒരു 90 എങ്കിലും ആക്കണമെന്നായിരുന്നു. പക്ഷേ ആ ഒരു 1 മന്ത് കൊണ്ട് എനിക്ക് 90 ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 1 മന്ത് കൊണ്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഒട്ടും മസിലിനൊട്ടും സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പതുക്കെ മടക്കാൻ തുടങ്ങി. നല്ല ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാർട്ടിങ് നല്ല പെയിനായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നോക്കാറുള്ള പേഷ്യൻസിന് ഇത്രയും പെയിൻ ഉണ്ടായിരുന്നോ എന്ന് പോലെ എനിക്ക് പോലും സ്വന്തമായിട്ടും ലൈഫിൽ വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും പെയിൻ ഉണ്ടായിരുന്നു എന്ന് പോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടായാലും എങ്ങനെയായാലും ഞാൻ ചെയ്തെടുക്കും എന്നുള്ള രീതി കൊണ്ട് ഞാൻ ചെയ്തെടുത്തു. 90% കാല് മടക്കാറായി, 90% കാല് മടക്കാറായി. പതുക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒരു പണി കിട്ടി. ഞങ്ങളുടെ വീടിനവിടെ ചെറിയൊരു പണി നടക്കുന്നുണ്ടായിരുന്നു വർക്ക് ഏരിയയുടെ. അപ്പോൾ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് കഥ അടച്ചപ്പോഴത്തേക്കും എൻ്റെ ഈ ചെറിയ വിരൽ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് കഥ അടച്ചിട്ട് എങ്ങനെയും പോയി ഇരുന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. 2 തവണ വലിച്ചടച്ചു. പോക്കർ ഞാൻ ജസ്റ്റ് മൂവ് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും താടിയൊക്കെ ചെറുതായിട്ട് എന്തോ വീഴുന്നു.
തുള്ളി തുള്ളിയായിട്ട് നോക്കുമ്പോൾ ബ്ലഡ്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അപ്പോഴെനിക്ക് പെയിൻ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറ്റിട്ട് വീണോണ്ടിരിക്കും. ഓ ചെറിയ എന്തോ മുറിവ് വന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് നിൽക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. റൂം മൊത്തം ബ്ലഡ്. ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഫുള്ള് ബ്ലഡ്. എന്ത് ചെയ്യണമെന്ന് അറിയാം. പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചു. ആണോന്ന് എനിക്ക് തല ഇറങ്ങി കാരണം ബ്ലഡ് പൊക്കോണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ തല ഇറങ്ങുന്ന പോലെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പപ്പയാണെങ്കിൽ കടയിലോട്ട് ഇറങ്ങിയതാണ്. പപ്പ പെട്ടെന്ന് തിരിച്ചോടി വന്നു. എൻ്റെ സൗണ്ട് കേട്ട് പെട്ടെന്ന് തിരിച്ചോടി വന്നു. എങ്ങനെയോ കൈ കെട്ടി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അമ്മയ്ക്കും കരച്ചിൽ വരുന്നു. അമ്മയ്ക്ക് ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഇത്രയും ബ്ലഡ് കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ പെട്ടെന്ന് വെള്ളമൊക്കെ കൊണ്ട് തന്നു. പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു കൈയുടെ ഈ ഒരു ഇത്രയും ഭാഗം ഇവിടുന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോയി. നഖത്തിനൊന്നും പറ്റിയില്ല. നഖത്തിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോയി. അപ്പോൾ തന്നെ സ്റ്റിച്ചൊക്കെ ഇട്ടു. ഒരു 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 4 സ്റ്റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ഹൊറിബിളായിരുന്നു എന്ന്. അപ്പം അതൊക്കെ എങ്ങനെ നോക്കിയായി വന്നപ്പോഴത്തേക്കും വീണ്ടും കൈക്കും കൂടെ പണിയായപ്പോഴത്തേക്കും പിന്നെയും പഴയ പോലെ അമ്മയുടെ ഹെൽപ്പ് എടുക്കേണ്ടി വന്നു. അതൊരു കുറേ നാൾ പോയി. അപ്പം കാലും പോയി കൈയും പോയ അവസ്ഥയായി. ഞാൻ എല്ലാവരും പറയും, വിളിക്കുന്നവരൊക്കെ പറയും ഇനി ഒരു കൈയും ഒരു കാലും കൂടി ഉള്ളൂ, ബാക്കി ഇനി അതെന്നാ പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ മൊത്തത്തിൽ ഇതിങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എല്ലാ സംഭവം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ ഓട്ടോയിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ഓട്ടോയിലുള്ള ചേട്ടനൊക്കെ ചോദിക്കും, നിൻ്റെ സമയം അത്ര ശരിയല്ല കേട്ടോ, സമയം ഒന്ന് നോക്കിക്കോ, എന്നെ തൊട്ടാലും പണിയാണ്, അങ്ങനെയൊക്കെ പറയും. കരക്ക് വരുമ്പോൾ ചോദിക്കും എന്താണ് സമയം അത്ര ശരിയല്ലല്ലോ, അങ്ങനെ എല്ലാവരും പറയുന്നത്. പക്ഷേ എല്ലാത്തിനും ബിഹൈൻഡിലൊരു റീസൺ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതിൻ്റെ ബിഹേവിയറിലൊരു റീസൺ ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണം, കുറേ നാൾ വീട്ടിൽ ഇരിക്കണം എന്നൊക്കെ ഉണ്ടാവും, അറിയില്ല. അതിനെല്ലാം ഓർക്കാം. ഇപ്പം കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചൊക്കെ അയച്ചു, കൈ ഇപ്പോൾ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാർച്ച് 2-ാം തീയതി സർജറി കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ഡേ ആയപ്പോഴത്തേക്കും 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഇത്ര നാൾ ഞാൻ വീഡിയോസ് ഇടാതിരുന്നതിൻ്റെ കാരണം. എന്നെ മെൻ്റലി ഫൈനാൻഷ്യലി സഹായിച്ച എൻ്റെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് നന്ദി. എന്നെ വിളിച്ച് സംസാരിച്ച് എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാവർക്കും നന്ദി. എസ്പെഷ്യലി എൻ്റെ അമ്മ പപ്പ, അവർക്ക് ഒരുപാട് നന്ദി. എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.